അപ്പൊ കല്യാണത്തിനൊക്കെ എല്ലാരും നേരത്തെ വരും. ഷുക്കൂറിന്റെ അടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പറയാ, ഉമ്മാന്റെ അടുത്തും പറയട്ടെ വരാന്. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു, ഇനിയിപ്പോ ഒരുപാട് സ്ഥലത്ത് പോവാനുള്ളതല്ലേ. ശരി. ആരാ മോളെയാ വന്നിട്ട് പോയത്? ആ, അതാ നാസർക്ക് കല്യാണം വിളിക്കാൻ വന്നതാ. എന്നിട്ട് എന്താ അവൻ എന്റെ അടുത്തൊന്നും പറയാണ്ട് പോയത്? അവര് പറയേണ്ടവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷുക്കൂർക്കാൻ്റെ ഫോൺ വിളിച്ച് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവൻ ഞാൻ നിസ്കരിച്ച് കഴിയണവരെ ഒന്ന് നിൽക്കായിരുന്നു. ഉമ്മാന്റെ അടുത്തൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞാലും ഉമ്മാക്ക് വരാൻ പറ്റൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇനി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അതിനൊക്കെ ഞാനില്ലേ ഇവിടെ. നിങ്ങൾ അല്ലാന്ന് പറഞ്ഞിട്ടേ അവിടെ എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്കി. വെറുതെ ഓരോ കാര്യത്തിൽ വന്ന് ഇടപെടും. ഹലോ, നിങ്ങൾ വന്നോ? ഞാൻ വരാൻ നിൽക്കുന്നു. വരുമ്പോ ഇവിടേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വരും. ഞാൻ വാട്സപ്പിൽ അയക്കാം. ഒന്നുമില്ല അവിടെ. പിന്നെ കുട്ടികൾക്ക് തിന്നാനും ഒന്നുമില്ല. അതുകൾക്ക് വല്ല ബിരിയാണി എന്തെങ്കിലും വാങ്ങിട്ട് വരും. എനിക്കും. ആരാ മോളെ വിളിച്ചത്? ഷുക്കൂറ? എന്റെ ഷുഗറിന്റെ ഗുളിക കഴിഞ്ഞിട്ടേ 2 ദിവസം അയക്കണു. അതൊന്ന് അവന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയാൻ വേണ്ടിട്ടായിരുന്നു. നീ അവനൊന്ന് വിളിച്ചിട്ടേ അതൊന്ന് കൊണ്ടുവരാൻ പറയേ. ഇന്നിപ്പോ എന്തായാലും അത് വാങ്ങാൻ പറ്റില്ലമ്മ. ഞാൻ വിളിച്ചിട്ടേ ഇവിടേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു. ഇനിയിപ്പോ 2 ദിവസം കഴിയട്ടെ. ഇതിനൊക്കെ ഇപ്പൊ മൂപ്പന്റെ കയ്യിൽ പൈസയും വേണ്ടേ. ഗുളിക കഴിഞ്ഞിട്ട് 2 ദിവസം അയക്കണം. നീ 2 ദിവസം കൂടി ഗുളിക കഴിക്കാണ്ടിരുന്നാലേ എന്റെ അസുഖം കൂടുള്ളൂ. അവന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടേ അതൊന്ന് കൊണ്ടുവരാൻ പറയേ. നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? നിങ്ങൾ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ തിന്നു കുടിക്കൊന്നും വേണ്ടേ. 2 ദിവസം ഗുളിക കഴിച്ചില്ലാന്ന് പറഞ്ഞിട്ടേ ഇവിടെ ആരും ചത്തൊന്നും പോയില്ല. 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് പറയാ ഞാൻ കൊണ്ടുവരാന്. നിങ്ങളിപ്പോ തൽക്കാലം അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. തള്ളക്കിപ്പോ ഗുളിക തിന്നാണ്ട. ഇതൊന്ന് ചത്ത് കിട്ടിയതാണെങ്കിൽ മനസ്സമാധാനം കിട്ടുമായിരുന്നു മനുഷ്യന്. ഇതിപ്പോ ഏത് നേരം നോക്കിയാലും ആശുപത്രി ഗുളിക ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അവൾക്ക്. എന്നാ ഒരു മകളുണ്ട്, എപ്പോഴെങ്കിലും അവിടെ പോയി നിൽക്കുകയല്ല. ഇപ്പൊ എങ്ങനെയാണ് എന്നെ പഴിയെടുക്കാൻ? ഇപ്പൊ അടുത്താഴ്ച നാസർഖാന്റെ മകളുടെ കല്യാണമാണ്. അതിന് കെട്ടിയെടുക്കണാവോ? അത് എങ്ങനെയെങ്കിലും പറഞ്ഞു മുടക്കണം. ഇതിനൊന്നും കൊണ്ടുപോയി ശരിയാവില്ല. നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? വണ്ടിന്റെ സൗണ്ട് ഒന്നും കേട്ടില്ല. അപ്പൊ നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനിത് അപ്പുറത്ത് തിരുമ്പായിരുന്നു. പിന്നെ നാസർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂപ്പന്റെ മകന്റെ കല്യാണമാണ് അടുത്താഴ്ച. അത് വിളിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫോൺ വിളിച്ച് പറയാനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വിളിച്ചിട്ടൊന്നുമില്ല, തിരക്കിൽ പെട്ടതായിരിക്കും. ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. പിന്നെ കല്യാണത്തിന് മുമ്പ് ഡ്രസ്സ് എടുക്കണ്ടേ? എല്ലാരും എടുക്കുന്നുണ്ടാവും. എനിക്കാണെങ്കിൽ ഒന്നുമില്ല നല്ലത് ഇടാന്. ഇട്ട് തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നാളെ പണി മാറ്റി വന്നിട്ട് പോവാ. ഉമ്മാന്റെ അടുത്ത് റെഡി ആയി നിൽക്കാൻ പറയും. എല്ലാവർക്കും കൂടെ പോയിട്ട് എടുത്തിട്ട് വരാലോ. എന്തിനാ ഇപ്പൊ ഉമ്മാനെയൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ട് വന്നാ പോരെ? നമുക്കാകുമ്പോ ബൈക്കിൽ പോയിട്ട് വരാം. ഇതിപ്പോ ഉമ്മാനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കണം, അതിന് വേറൊരു ചെലവ്. എന്തിനാ അതിനൊക്കെ നിക്കണ്? എല്ലാരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഉമ്മാനെ മാത്രം ഇവിടെ ഇരുത്തിയിട്ട് പോവേ. അപ്പൊ ഉമ്മാക്ക് എടുക്കണ്ടേ ഡ്രസ്സ്? അതിന് ഉമ്മാനെയൊക്കെ കൊണ്ടുപോകണോ കല്യാണത്തിന്? നമുക്ക് മാത്രം അങ്ങോട്ട് പോയാ പോരെ? അതിനിപ്പോ അവര് കല്യാണത്തിന് ഉമ്മാനെയൊന്നും ക്ഷണിച്ചിട്ട് തന്നെ ഇല്ല. ഇനിയിപ്പോ ക്ഷണിച്ചാൽ തന്നെ ഉമ്മാക്ക് പഴയതുപോലെയൊക്കെ വരാൻ പറ്റുമോ? പ്രായമായി അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലൊക്കെ ഇരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഉമ്മാക്ക് വൃത്തിന്ന് പറയുന്നതില്ല. എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാലേ നമ്മൾ നാണം കെടും. ഇനി ഉമ്മാക്ക് എന്തെങ്കിലും തിന്നാന്നുണ്ടെങ്കിലേ വരുമ്പോ ഒരു ബിരിയാണി വാങ്ങിട്ട് വന്നാ പോരെ? അതിനിപ്പോ ഈ വയസ്സുകാലത്ത് ഇത്രയും ദൂരം പോകാൻ നിൽക്കണം. അത് പറഞ്ഞിട്ട് ഉമ്മാക്കൊണ്ട് അതിനിടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് ആ കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുക വേണ്ടത്. ഉമ്മ അല്ലാത്ത കല്യാണത്തിന് ഞാനില്ല, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. അതെങ്ങനെ ശരിയാവുക? നിങ്ങളില്ലാണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? നിങ്ങളൊരു കാര്യം ചെയ്തോളി, നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെയും കൂട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളി. ഞാൻ എന്റെ കുട്ടികളും വരുന്നില്ല. അല്ലെങ്കിലും ഞാൻ ആരും അല്ലല്ലോ ഇവിടെ. നീ ആരും അല്ലാണ്ടല്ല,
നിന്റെ അടുത്തുള്ള അതേപോലെ തന്നെ ചില കടമകൾ എനിക്ക് ഉമ്മാന്റെ അടുത്തും ഉണ്ട്. അത് നീ മറക്കണ്ട. ശുക്കൂറേ, ദാ, ശുക്കൂറേ, നീ ഇവിടെ വാ. അതാ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മ. പോയിട്ട് എന്നെ പറ്റിയിട്ട് കുറച്ച് കുറ്റവും പറഞ്ഞിട്ട് വരി. നാട്ടിൽ എവിടെയും ഈ മോനില്ലാതെ പോലെ കാട്ടിപ്പോട്ടില്ല. ഇതാ നോക്ക്, നീ എന്നെയും കൂടെ കൂടുതൽ വർത്താനം പറയിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം, ബാക്കി ഞാൻ വന്നിട്ട് തരാം. എന്തിനാടാ നീ വെറുതെ അവളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണത്? ഞാൻ കല്യാണത്തിന് വരുന്നില്ല, എനിക്ക് വെയ്യ വരാനേ. ഒന്നാമത് നല്ല മുട്ടുവേദന ഉണ്ട്. ഇനി ഈ മുട്ടുവേദന വെച്ചിട്ട് ഇത്രയും ദൂരം വണ്ടിയിൽ ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് കല്യാണത്തിന് വരുന്നില്ല എന്നുള്ളത്. അതാണ് അവൾ അങ്ങനെയൊക്കെ പറയാൻ കാരണേ. എന്നാലും നിങ്ങളവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ എങ്ങനെയാ പോവുക അമ്മ? ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് എങ്ങനെ പറ്റുക? കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ഞാൻ വരുന്നില്ലടാ. പഴയതുപോലെയൊക്കെ ഇനി എല്ലായിടത്തേക്കും പോകാൻ പറ്റും എനിക്ക്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാൻ അവളല്ലേ. അവളൊക്കെ തീരുമാനിച്ചോളും. പിന്നെ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. എനിക്ക് നിങ്ങളല്ലാണ്ട് ആരാ ഉള്ളത്? ഇപ്പോ നീ പോയിട്ട് ചോറിനിട്ടേ പണിക്ക് പോകാൻ നോക്കിപ്പോ. സമാധാനായി. നമ്മളെ വരുന്നില്ല തോന്നുന്നുണ്ട്. നീ എവിടേക്ക് തന്നെ കൊണ്ടുപോകണ്ട. എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞ് നെയ്സ് അങ്ങോട്ട് ഒഴിവാക്കണം. ഇപ്പം മരുന്നൊന്നും വാങ്ങാൻ പറയുന്നില്ല. ചോദിച്ചാലേ മറന്നൊന്നും അങ്ങോട്ട് പറയാം. മരുന്നൊക്കെ കൊടുത്തിട്ട് സൂചിപ്പിച്ചെടുക്കാനേ എൻ്റെ നാളിയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും അധികമായിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ. ഉമ്മ വരുന്നില്ല പറയാൻ വേണ്ടി വിളിച്ചതാ. നിനക്കിപ്പോ സന്തോഷമായില്ലേ? ആ, എനിക്ക് സന്തോഷമായി. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണേ ഉമ്മ വരുന്നില്ല എന്നുള്ളത്. അത്രേ ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങളല്ലേ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചാടിക്കളിക്കാൻ വരുന്നത്? ആ, എന്തമ്മ ഇവിടെ ഒന്നും വിളിക്കണേ കാണാനില്ലല്ലോ. എന്താ എന്നെയൊക്കെ മറന്നോ? അല്ലെങ്കിൽ 24 മണിക്കൂറും വിളിച്ചോണ്ടാണല്ലോ നിങ്ങള്. ആ, എവിടെ അവളെവിടെ? ഓ, നിങ്ങൾ അവൾക്ക് ഇങ്ങനെ ലൈസൻസ് കൊടുത്ത് ഇങ്ങനെ വിട്ടയച്ചിക്കുക? എന്തിനാ അപ്പൊ അവളിനെ വിട്ടാക്കണത്? നിങ്ങൾക്ക് അങ്ങോട്ട് പോയാ പോരെ? അത് നമുക്കറിയാം. അവൻ എപ്പോഴും അവളുടെ സൈഡല്ലേ നിൽക്കുള്ളൂ. ഇവിടെ ഉണ്ടോ ഒരാള് ഉമ്മ എന്ന് പറഞ്ഞ വായിന്ന് ഇങ്ങനെ തേന ഒലിക്കുകയാണ്. വേറെ ആർക്കും ഉമ്മ ഇല്ലാത്ത പോലെ കാട്ടിക്കൂട്ടല്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കുറ്റക്കാരിയാ. ഉമ്മയും മകനും ഒന്നായി. ആ, ഞാനിനിയിപ്പോ ഒപ്പൊന്നും വരുന്നില്ല. അടുത്ത ആഴ്ച ഇവിടെ ഒരു കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ആ, കല്യാണത്തിന് ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണം. അതിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക ഇനിയിപ്പോൾ നാളെ. തള്ള അവിടെ ഒറ്റക്കാലിൽ നിൽക്കായിരുന്നു കല്യാണത്തിന് പോകാൻ ഈ വയസ്സുകാലത്ത്. അതിനെ ഒഴിവാക്കാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ. അതിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി വയസ്സായ ഒരു ഭാഗത്ത് മിണ്ടാണ്ടിരിക്കുക എന്നുള്ള വിചാരമൊന്നുമില്ല. എന്തെങ്കിലും ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴേക്കും കുത്തി പുറപ്പെടും ഇങ്ങനെ. ആ, ശരി എന്നാ ഞാൻ വിളിക്കാം എന്നാ. എവിടെ ഈ തള്ള? ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. എവിടെ പോയി കിടക്കണാവോ? ഇത് എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടാവോ പഠിച്ചോനെ? ആ, നിങ്ങൾ ഈ കാട്ടിൽ വന്ന് നിൽക്കുക. നിങ്ങൾക്ക് ആ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തിരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട്. ഈ കാട്ടിൽ എവിടെയെങ്കിലും വന്ന് നിന്നാലേ വല്ല പാമ്പ് എന്തെങ്കിലും കുത്തി പറഞ്ഞു പിന്നെ ചീരെഴുന്ന ഞാനാണ്. അല്ലടി മകളെ, ഇവിടെയൊക്കെ കണ്ടില്ലേ കാട് പിടിച്ച് കിടക്കണത്? കുട്ടികളൊക്കെ ഇതിനെ വന്ന് കളിക്കണതല്ലേ? ഇതിപ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് വെട്ടിക്കായിരുന്നു. അതൊക്കെ ചെയ്യാൻ നമുക്കറിയാം. ഇനിയിപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ മുൻകൈ എടുത്തിട്ട് വേണം. വെറുതെ അവിടെ ഇവിടെ പോയി പൊന്തയിലൊക്കെ പോയി നിന്നുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ വയ്ക്കില്ല. ടോളിയുള്ള കാര്യം ഞാൻ പറയാലോ. താത്താൻ്റെ വീട്ടിലെവിടെയും പോയി നിൽക്കേണ്ടി വരും മനസ്സിനെ പറ്റി പറയിപ്പിക്കാൻ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എന്തിനീ നേരം എടുത്ത് അന്ത്യാവണവരുടെ വീടിന് 4 പേർ നടന്നിട്ട് കുറ്റവും കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വയസ്സും പ്രായമൊക്കെ ആയില്ലേ? അതേ രീതിയിൽ നടന്നിട്ട് കയ്യോ കാലം ഒടിഞ്ഞാലേ അവിടെ കടക്കനെ ഉണ്ടാവുള്ളൂ. എന്നെ കിട്ടില്ല നോക്കാനേ. കാട്ടിക്കൂട്ടുന്ന ചെറുക്കാരി.
എന്തിനാ മോളെ നീ എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിന്റെ അടുത്ത്? ഞാൻ നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്? അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന പോലുള്ള എല്ലാ പണികളും ഞാൻ നിനക്ക് ചെയ്തു തരുന്നുണ്ട്. നിനക്ക് ഞാൻ എന്ത് ചെയ്താലും കുറ്റാണല്ലോ. കണ്ടതിൻ്റെ അടുത്തൊക്കെ നീ കുറ്റം പറഞ്ഞുകൊണ്ടാണല്ലോ എന്നെ. എന്താണ് നീ എപ്പോ നോക്കിയാലും മനത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എപ്പോ നോക്കിയാലും എനിക്ക് കുറ്റം പറയാനേ സമയമുള്ളല്ലോ. നിന്റെ വായിൽ ഒരു നല്ല വാക്ക് വരും ഉമ്മനെ പറ്റിയിട്ട്. വേണ്ടടാ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഉമ്മയൊന്നും മിണ്ടാണ്ടിരിക്കും. ഉമ്മ പറഞ്ഞിട്ട് അത്രയും കാലം ഞാൻ അവളുടെ അടുത്തൊന്നും പ്രശ്നത്തിന് പോകാണ്ടിരുന്നത്. അവളത് മുതലെടുക്കണേ. നിനക്ക് ആ പ്രായത്തിനെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? സ്വന്തം ഉമ്മാനെ പോലെ കാണാനൊന്നും പറയില്ല, എന്നാൽ ഇത്രയൊക്കെ ഒന്നും മയത്തിലൊക്കെ ഒന്ന് പെരുമാറിക്കൂടെ നിനക്ക് ഉമ്മാൻ്റെ അടുത്ത്? നമുക്ക് 2 മക്കൾ വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാ വളർന്നു വരുന്നെന്നുള്ളൊരു ബോധമാണ് കേട്ടാ. നാളെ വലുതായി അവരും നിന്റെ അടുത്ത് ഇതുപോലെ കാണിച്ച് നിനക്ക് സഹിക്കും അത്? ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക് കേട്ടാ, അപ്പൊ മനസ്സിലാവും നിനക്ക്. ഞാൻ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അമ്മ വാ, അവരുടെ അടുത്ത് പ്രശ്നത്തിന് നിന്നാലേ അതിനെ സമയം ഉണ്ടാവും.